ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ആയിക്കൊണ്ടിരിക്കണ റോസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും പാത്രം എടുക്കുക. എൻ്റെ അടുത്ത് സാധാരണ ഒരു ചില്ലി ഗ്ലാസ് ഒക്കെ എടുക്കുന്നതാണ് കുറച്ച് സ്റ്റാൻഡേർഡ്. പക്ഷെ ഞാനിവിടെ PG-യിലായതുകൊണ്ട് എൻ്റെ അടുത്ത് ചില്ലി ഗ്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു അച്ചാറിൻ്റെ കഴുകിയ പാത്രമാണ് എടുത്തത്. ഇങ്ങനെ ഒരു വട്ടം ടിഷ്യൂ പേപ്പറിൽ നമ്മൾ വെട്ടിയെടുക്കുക. ടിഷ്യൂ പേപ്പറിലാവും കുറച്ചും കൂടി നീറ്റ്. നമ്മൾ കുറച്ചധികം വെട്ടിയെടുക്കണം കേട്ടോ. ഇതൊന്നും എനിക്ക് തികഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചധികം വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായി ഇങ്ങനെ കളർ കൊടുക്കുക. കളർ ഇങ്ങനെ കുറച്ച് കട്ടിക്ക് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കുമ്പോൾ അതങ്ങോട്ട് കളറിങ്ങനെ സ്പ്രെഡ് ആവും. അത് കളർ നല്ല രസമാക്കാം. കളറിങ്ങനെ സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എല്ലാം കൂടെ ഒന്നിക്കും. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടും. കൂടുതലും ഉണങ്ങിയിട്ട് സെപ്പറേറ്റ് ചെയ്യണതാവും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ട് പോരും. അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ അങ്ങോട്ട് കൂടി കീറും. ഇത് ഉണക്കാൻ വയ്ക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഉണക്കാൻ വെച്ചിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഇതളായിട്ട് ഇങ്ങനെ എടുക്കുക. ഓരോ ഇതളും അങ്ങനെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒട്ടിച്ച് കുറെ ഒട്ടിക്കണട്ടാ. ഞാനൊരു 10-20 ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒട്ടിച്ച് നമുക്ക് ലാസ്റ്റ് ഒരു അടിപൊളി റോസ് കിട്ടും. അപ്പൊ നമ്മള് ഈ റോസ് പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള റോസ് ആയിട്ട് കിട്ടും. ഞാനിത് ചെയ്താൽ ഇപ്പൊ വിചാരിച്ചില്ലേ ഇത്രയ്ക്ക് രസം ഉണ്ടാവുന്നു. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ആ ഉണങ്ങാനുള്ള ടൈം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കി ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ റോസ് കാണാൻ? ഓക്കെ, ബൈ.